ഇട്ടയച്ചു. ഇത് രണ്ടും ഒന്നിച്ച് കറക്റ്റിന് ഇട്ടയച്ചു. ഇവിടെ നിന്ന് ഇങ്ങനെ ചേർത്ത് വെട്ടുകയാണ്. ഈ ഒരു റേഞ്ച് ഇട്ടിട്ട് പിടിച്ചോ കേട്ടോ. അപ്പോൾ അത് താഴെ വരാം. ഒരു വെഡ്ഡിങ് വർക്കിൻ്റെ തിരക്കിലാണ്. പോരാത്തതിന് നല്ല ചൂടും, തലയ്ക്കകത്തും പുറത്തും ഒന്നും പറയണ്ട. എവിടെയും ബ്ലൗസ് വെച്ചിട്ട് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരാതി പറഞ്ഞ് നമ്മളെ വീഡിയോ കണ്ട് തപ്പി കണ്ടുപിടിച്ച് വന്ന ഒരാളുടെ ബ്ലൗസ് ആട്ടോ ഇത്. അതുകൊണ്ട് തന്നെ നല്ല പേടിയായിരുന്നു ഇതൊന്ന് ആളിടുന്നത് വരെ. പോരാത്തതിന് അളവെടുത്തത് നാൻസി ഇല്ലായിരുന്നു. അതൊന്ന് ആളിട്ട് തൃപ്തിയാവുന്നത് വരെ എനിക്കായിരുന്നു നെഞ്ചിൽ പഞ്ചാരമേളം. അങ്ങനെ ആൾക്ക് ഇട്ട് നല്ല പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. ആൾക്ക് സന്തോഷമായിട്ടൊന്ന് അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ നമ്മുടെ വെഡ്ഡിങ് ബ്ലൗസൊക്കെ ചേച്ചി വർക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് സ്പ്രെഡ് വർക്കും കൂടി ചെയ്യാനുണ്ടായിരുന്നു. അത് നമ്മുടെ വീട്ടിലിരുന്നാട്ടോ ചെയ്തത്. ആ റിങ് എവിടെ നിന്നാന്ന് ഒരുപാട് പേര് ചോദിക്കുന്നു. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. അത്യാവശ്യം വേണ്ട കുഞ്ഞു പണികളൊക്കെ ചെയ്യാനായിട്ട് അത് നല്ലതാട്ടോ. ഞാൻ ഇതിൻ്റെ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ മണവാട്ടിയുടെ ബ്ലൗസിൽ ചെറിയൊരു പണി കെട്ടിയിട്ടിരിക്കുവാണ്. എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷേ ഷോൾഡർ അല്പം ലൂസായിരുന്നു. അപ്പോൾ വെഡ്ഡിങ് ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ നാൻസിക്ക് വെറുതെ കയറ്റി കൊടുക്കാൻ തോന്നിയില്ല. സ്ലീവ് എല്ലാം അഴിച്ച് ഷോൾഡർ കയറ്റി രണ്ടാമത് പിടിപ്പിക്കുകയോ ചെയ്തത്. അതും ഇതേപോലെ ആൾ വന്ന് ഇടുന്നത് വരെ ഒരു സമാധാനക്കേടായിരുന്നു. അങ്ങനെ ആകെ മൊത്തം ടെൻഷൻ പിടിച്ച ദിവസങ്ങളായിരുന്നു. ഈ മാർച്ച് മാസം ഞങ്ങൾക്കുണ്ടല്ലോ അഴിക്കലിൻ്റെ ഒരു മാസമായിരുന്നു.